ആലപ്പുഴയിലെ പാർലമെന്റിലെ സെൻട്രൽ സ്കീമുമായി ബന്ധപ്പെട്ടൊരു റിവ്യൂ ഉണ്ടായിരുന്നു. അത് ആ സ്കീമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിർവഹണ ഏജൻസി നൽകിയിരിക്കുന്ന സമയം സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഇത് പൂർത്തിയാക്കും എന്നുള്ളതാണ്. അത് ബീച്ചിൻ്റെ നവീകരണം, കനാൽ നവീകരണം, നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ നിർമ്മാണം, ഇത് മൂന്നുമാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അനുവദിക്കപ്പെട്ടൊരു ഫണ്ടായിരുന്നു. നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രത്യേക റിവ്യൂ എടുത്തത്. അപ്പോൾ അത് സെപ്റ്റംബറിൽ പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നും കനാലിൽ ഒരു ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടി, അല്ലെങ്കിൽ അത് പോളവന്ന് നിറഞ്ഞ് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് അതുകൂടി നടപ്പിലാക്കാൻ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് അഡീഷണൽ ആയിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ടെർമിനൽസിലേക്കും നെഹ്റു ട്രോഫിയിലേക്കൊക്കെ പോകുന്ന സ്ഥലത്ത് പവലിയനിലേക്കൊക്കെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡുകൾ നന്നാക്കാൻ ടൂറിസത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് നൽകുന്ന സഹായം 1 കോടിയായിരുന്നു. അത് 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.